റാഫി കരീം കൂടി ചേരുന്നുണ്ട്. റാഫി, അവിടെ പത്രികാ സമർപ്പണം ആദ്യം നടത്തിയത് ആര്യടൻ ഷൗക്കത്താണ്. അങ്ങനെ UDF ഒരു പടി കൂടി മുന്നിലാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ വളരെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രചാരണത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യും. എന്താണ് ഇന്നത്തെ പത്രികാ സമർപ്പണത്തിന്റെ വിശദാംശങ്ങൾ? ആരൊക്കെ ഉണ്ടായിരുന്നു ഷൗക്കത്തിനൊപ്പം അവിടെ? രണ്ട് സെറ്റ് പത്രികയാണ് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി നൽകിയിരിക്കുന്നത്. ഈ പത്രിക സമർപ്പണത്തിന്റെ അവസാനഘട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ പൂർത്തിയാകുന്നത്. ഉപവരണാധികാരി തഹസിൽദാറായ സിന്ധുവിന് മുന്നിലാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ്. വലിയ ആഘോഷത്തോടെ, വലിയ റാലിയോടുകൂടി, പ്രവർത്തക പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റാലി നടന്നത്. നിലമ്പൂർ നഗരത്തിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം മുതിർന്ന കോൺഗ്രസ് ലീഗ് നേതാക്കൾ പങ്കെടുത്തു. UDFന്റെ എല്ലാ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും യുവ നേതാക്കളും ഈ പത്രിക സമർപ്പണത്തിന്റെ റാലിയിൽ പങ്കെടുത്തിരുന്നു. 100-ലധികം പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പമുള്ള ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു. വലിയ ജനസഞ്ചയമുണ്ടായിരുന്നു ഈ റാലിയിൽ. ഈ റാലി നഗരമധ്യത്തിൽ വെച്ച് LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് വരെ എത്തി. ആ നിലയിലുള്ള പ്രവർത്തക പങ്കാളിത്തം രണ്ട് റാലിയിലും ഉണ്ടായിരുന്നു. ആ നിലയിലായിരുന്നു റാലി നടന്നത്. വലിയ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. മുൻപൊന്നുമില്ലാത്തതുപോലെ വലിയ ജനപങ്കാളിത്തത്തോടെ, പ്രവർത്തക പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് UDF നേതൃത്വം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാകുമ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ 24 മണിക്കൂർ പൂർത്തിയായപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും UDFന് കഴിഞ്ഞു. മണ്ഡലത്തിലെ നേതൃയോഗങ്ങളെല്ലാം തന്നെ VV സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് നിന്നാണ് നടത്തിയത്. ഇന്നലെയോടുകൂടി ബൂത്ത് തലങ്ങളിലുള്ള നേതൃയോഗങ്ങളും KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത് പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് പത്രിക സമർപ്പിക്കുന്നതോടുകൂടി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ട പ്രചരണത്തിലേക്കാണ്. അത് ഈ പത്രിക സമർപ്പിച്ചതിന് ശേഷം 2-ാം തീയതി വലിയൊരു കൺവെൻഷൻ UDF നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. നിലമ്പൂർ നഗരത്തിലായിരിക്കും ഈ കൺവെൻഷൻ നടക്കുക. അതോടുകൂടി പൂർണ്ണതോതിലുള്ള പരസ്യ പ്രചരണത്തിലേക്ക് UDF കടക്കും. അല്പസമയത്തിനകം ഈ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ ഭരണാധികാരിയും ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഈ പത്രിക സമർപ്പിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആര്യാടൻ ഷൗക്കത്ത്. അതാണ് റാഫി കരീമിന്റെ വിശദാംശങ്ങൾ. അവിടെ നിന്നും ആര്യാടൻ ഷൗക്കത്ത് അവസാന ഘട്ടത്തിലേക്ക് ഈ പത്രികാ സമർപ്പണത്തിന്റെ നടപടികൾ പൂർത്തിയാക്കുകയാണ്.